ഹലോ, രാവിലെ എന്താ പരിപാടി? ഞാനിതേ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ചിരട്ടപ്പുട്ടെന്ന് വെച്ചാൽ ചിരട്ടിയൊന്നുമില്ല കേട്ടോ, ഇതുപോലെ. ഇതല്ലേ ഇപ്പോഴത്തെ ചിരട്ടപ്പുട്ട്, രൂപം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചിരട്ടപ്പുട്ടിന്. ചിരട്ടപ്പുട്ട് ഇതേ നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചു, അതിൻ്റെ മണ്ടയിൽ ഇതിങ്ങനെ വെച്ച് ചിരട്ടപ്പുട്ട് റെഡി. കാണിച്ചു തരാം കേട്ടോ. പണ്ടേ മണ്ണപ്പം ചുട്ട് കളിക്കുമ്പം ചിരട്ടയ്ക്കകത്ത് മണ്ണ് നിറച്ചിട്ട് കമത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമല്ലേ മണ്ണപ്പം കാണാനായിട്ട്. അതുപോലെ തന്നെ ഇരിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട്. നല്ല വെള്ള കളറാണെന്നേ ഉള്ളൂ. നമ്മുടെ തൂവെള്ളപ്പൊട്ട് കാണിച്ചു തരാം കേട്ടോ. ദേ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പോലെ ഇല്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. നിങ്ങളൊക്കെ ഇന്ന് രാവിലെ എന്താ കഴിക്കുന്നത്? ഇത് കണ്ടോ, നമ്മളുണ്ടല്ലോ ഓരോ തവണ വെക്കുമ്പോഴും തീ ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ആ എയറിൻ്റെ ഫോഴ്സിലുണ്ടല്ലോ ഇത് മണ്ടേന്നൊരു ഒറ്റ തെറിക്കും നമ്മൾ ഇടുന്നതിനനുസരിച്ച്. ആ തെറിച്ചതാണ് ഈ വട്ടത്തിൽ ചുറ്റത്തിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊടി വിതറിയത്, അല്ലാതെ ഞാൻ ഇറങ്ങിയതല്ല കേട്ടോ. പിന്നെ നമ്മളിതേ തേങ്ങ ഇട്ടു. തേങ്ങയ്ക്ക് പകരം ദേവിട്ട് പോലെയൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റിയിൽ ഇടാം കേട്ടോ. ഇറച്ചിയോ മീനോ പിന്നെന്താ ഏത്തപ്പഴം എന്ത് വേണമെങ്കിലും ഇടാം. നമ്മളിതേ മണ്ടയിൽ പിന്നെയും തേങ്ങ ഇട്ടു, അടച്ചു വെച്ചു. ഇതാന്ന് പറയുന്നതിനിപ്പോൾ ആവി വരും. ഇല വെച്ചിട്ടാണ് തീ കത്തിച്ചത്. ദേ പെട്ടെന്ന് ആവി വന്നു, നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി. ഇതേ കണ്ടോ, ദേ നമ്മുടെ ദുബായിലെ കരാമയിലെ ബാൽക്കണി വ്യൂ ആണേ. അവിടെ പോയി നിന്ന് ചുമ്മാ നമ്മുടെ ചിരട്ടപ്പുട്ടിനെ ഒന്ന് സീനാക്കിയതാണ്. ഇനിയും നമുക്ക് പഴമൊക്കെ കൂട്ടി അങ്ങ് തട്ടിയേക്കാം അല്ലേ. കറിയൊന്നും വേണമെന്നില്ല, പഴമായാലും മതി. പിന്നല്ല, നല്ല അടിപൊളി ചിരട്ടപ്പുട്ട്. ഇതും നല്ല തൂവെള്ള നിറത്തിൽ സോഫ്റ്റായിട്ടുള്ള ചിരട്ടപ്പുട്ടും പഴവുമാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളൊക്കെ കഴിച്ചോ? ഇടയ്ക്കൊക്കെ ഒരു ചിരട്ടപ്പുട്ടാക്കണേ. എപ്പോഴും ഈ കുത്തിത്തള്ളി മറിക്കാതെന്ന് വലിയ കുറ്റിക്കകത്തൊക്കെ ഇട്ട് ഇതുപോലെ വെറൈറ്റി പിടിക്ക്. ഒരു രസമല്ലേ, പിന്നെന്ത് ജീവിതോടോ.